ഇടുക്കി ജനവാസ മേഖലയിലിറങ്ങി ചക്കക്കൊമ്പൻ. ചിന്നക്കനാൽ കോഴിപ്പന്നക്കുടിയിലാണ് ആന പുലർച്ചെ എത്തിയത്. രാവിലെ 5:30യോടെയാണ് ആന മേഖലയിലെത്തി നാശം വിതച്ചത്. ജോസിൽ സെബാസ്റ്റ്യൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ജോസിൽ, ഇടുക്കിയിൽ വീണ്ടും ചക്കക്കൊമ്പന്റെ ആക്രമണം ഉണ്ടായിരിക്കുകയാണ്. വലിയ നാശനഷ്ടങ്ങളാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. നിലവിൽ ആന ഇപ്പോഴും ജനവാസ മേഖലയിൽ നിലയുറപ്പിച്ചിരിക്കുകയാണോ? ആര്യ, ഒരു നാട് വിറപ്പിക്കുന്ന രീതിയിലാണ് നമുക്ക് ആ പ്ലാവ് പിടിച്ചു കുലുക്കുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഒരു വലിയ രീതിയിൽ വലിയൊരു പ്ലാവ് വളരെ നിസ്സാരമായി കുലുക്കി പറിച്ച് ചക്ക പറിക്കുന്ന ഒരു അവസ്ഥയാണ് അവിടെ ഉള്ളത്. അത് അവിടെ ഉണ്ടായിരുന്ന ഒരു വളർത്തുനായൊക്കെ കുരച്ച് വന്നിട്ടും ഒരു കൂസലുമില്ലാതെ വ്യാപകമായി കൃഷി നശിപ്പിക്കുന്നു എന്നുള്ളൊരു സാഹചര്യമാണുള്ളത്. രാജാറാം എന്ന് പറയുന്ന ഈ കോഴിപ്പന്നക്കുടിയിലെ രാജാറാം എന്ന് പറയുന്ന ആളുടെ ഏലകൃഷി വലിയ രീതിയിൽ നശിപ്പിച്ചിട്ടുണ്ട്. ഏതായാലും ജനങ്ങൾ വളരെ ഭീതിയിലാണ്. ആളുകൾ ഇപ്പോൾ ഈ ചക്കക്കൊമ്പനെ ഭയന്ന് ഈ കായ്ച്ചു നിൽക്കുന്ന ചക്കകൾ വെട്ടിക്കളയുന്ന ഒരു സാഹചര്യത്തിലേക്കാണ്. മനുഷ്യർക്ക് ഉപകാരപ്പെടാത്ത രീതിയിൽ ഈ ചക്കക്കൊമ്പൻ സ്ഥിരമായിട്ട് നാട്ടിലേക്ക് ഇറങ്ങി വരുന്ന ഒരു സാഹചര്യത്തിൽ ഈ ആളുകൾക്ക് ഉപയോഗിക്കാൻ വേണ്ടിയുള്ള ഈ ചക്ക വെട്ടി ഒഴിവാക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് മാറുകയാണ്. ഈ ചക്ക ധാരാളമായി ഉണ്ടാകുന്ന ഒരു സീസണിൽ ഈ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങി വലിയ നാശനഷ്ടമാണ് ചക്കക്കൊമ്പൻ ഉണ്ടാക്കിയിരിക്കുന്നത്. നേരത്തെ അരിക്കൊമ്പൻ്റെ പ്രതാപ കാലഘട്ടത്തിൽ അതിൻ്റെ ഒപ്പം തന്നെ ഉണ്ടായിരുന്ന ഒരു ആനയാണ് ചക്കക്കൊമ്പൻ. വേറൊരു ആനയെ ചക്കക്കൊമ്പന് കഴിഞ്ഞിടയ്ക്കാണ് ഏറ്റുമുട്ടലിൽ കൊലപ്പെടുത്തിയത്. ഏതായാലും ഒറ്റയ്ക്ക് ഇപ്പോൾ ഈ അരിക്കൊമ്പൻ്റെ കസേര ഞാനിങ്ങെടുത്തു എന്നുള്ള രീതിയിൽ ചക്കക്കൊമ്പൻ അവിടെ ഈ ആക്രമണം അഴിച്ചുവിടുന്ന ഒരു സാഹചര്യമുണ്ട്. ഇടുക്കി ജില്ലയെ സംബന്ധിച്ചിടത്തോളം വന്യമൃഗ ശല്യത്താൽ ജനങ്ങൾ പൊറുതിമുട്ടുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഇപ്പോൾ ജനവാസ മേഖലയിലേക്ക് നിരവധി പ്രദേശങ്ങളിൽ വനാതിർത്തി പങ്കിടാത്ത മേഖലയിൽ പോലും കാട്ടാനകൾ ഇറങ്ങി വന്ന് ജനങ്ങൾക്ക് ജീവനും സ്വത്തിനും എല്ലാം നാശമുണ്ടാക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇപ്പോൾ ഈ തൊടുപുഴ പ്രദേശത്ത് ഈ എറണാകുളം ജില്ലയുടെ അതിർത്തി ഭാഗമായിട്ടുള്ള കലൂര് അവിടെ വരെ, അതായത് വനം ഇല്ലാത്ത പ്രദേശത്തേക്ക് വരെയും കാട്ടാനകൾ ഇറങ്ങി വരുന്ന ഒരു സാഹചര്യമുണ്ട്. അതുപോലെ തന്നെ ചിന്നക്കനാൽ മേഖലയിൽ കടുവയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അടിമാലിയിൽ ഒരു ആന ജനവാസ മേഖലയിൽ അവശ നിലയിൽ കാണപ്പെട്ടിട്ടുണ്ട്. ഇങ്ങനെ ജനങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലാണ് ഈ കാട്ടാനയുടെയും കടുവയുടെയും പുലിയുടെയും മറ്റ് വന്യമൃഗങ്ങളുടെയും എല്ലാം സാന്നിധ്യം ജനങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിലേക്ക് വർദ്ധിക്കുകയാണ്. കാടിന് താങ്ങാവുന്നതിലധികം വംശവർദ്ധനവ് ഈ ജീവികളുടെതെല്ലാം ഉണ്ടാകുന്നു എന്നുള്ളത് വലിയ പ്രതിസന്ധിയായി മാറുകയാണ്. എന്നാൽ വനം വകുപ്പ് ഈ കാര്യത്തിൽ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം ഒരുക്കുന്ന കാര്യത്തിൽ കുറച്ചുകൂടി ഉണർന്ന് പ്രവർത്തിക്കണമെന്നുള്ളൊരു ആവശ്യമാണ് ജനങ്ങളുടെ ഭാഗത്തുനിന്ന് ഉയരുന്നത്. ആര്യ, തീർച്ചയായും ഇടുക്കി ചിന്നക്കനാലിൽ വീണ്ടും ചക്കക്കൊമ്പന്റെ ആക്രമണം ഉണ്ടായിരിക്കുകയാണ്. വലിയ നാശനഷ്ടങ്ങളാണ് പ്രദേശത്ത് ആന വിതച്ചത്. ജോസിൽ സെബാസ്റ്റ്യനാണ് വിവരങ്ങൾ നൽകിയത്.